ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഹോണ്ട യൂണിക്കോൺ അതിൻ്റെ എയർ ഫിൽറ്റർ മാറുന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഇളക്കുന്നത്, എങ്ങനെയാണ് പുതിയത് സെറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ സീറ്റ് ഇളക്കും. സീറ്റ് ഇളക്കുന്നത് ചാവി ഉപയോഗിച്ച് ഇവിടെ അടിയിലായിട്ട് ഇങ്ങനെ കണ്ടോ, വലത്തോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ക്ലാമ്പ്, അടിയിൽ വരുന്ന ക്ലാമ്പിനെ പിടിച്ച് ഒന്ന് താഴേക്കൊന്ന് വലിച്ചിട്ട് ഈ സീറ്റ് ഒന്ന് പൊക്കണം വേണ്ട. എന്നിട്ട് ബാക്കിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ സീറ്റ് ഇളകും. ഇങ്ങനെയാണ് സീറ്റ് ഇളക്കുന്നത്. സീറ്റ് ഇളക്കിയിട്ടാണ് എയർ ഫിൽറ്റർ നമ്മൾ മാറും. അപ്പോൾ ഇതിനാവശ്യമായി വരുന്ന ടൂള് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. അപ്പോൾ ഇതിൽ 4 സ്റ്റാറുണ്ട്. ഇതാണ്ടോ, 1, 2, 3, 4. ഇതിനിടയ്ക്കാണ്, ടാങ്കിന് ഇടയ്ക്കാണ് 2 എണ്ണം വരുന്നത്. അപ്പോൾ അത് നോക്കി നമുക്ക് ഇളക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബക്കിളുണ്ട്. ഇതിനെ ഒന്ന് പതുക്കെ നമുക്ക് ഇങ്ങനെ ഒന്നെടുത്ത് ഈ കവർ ഒന്ന് വലിച്ചിട്ട് ബാക്കിലോട്ട് എടുത്താൽ മതി. വേണ്ട. അപ്പോൾ ഇതാണ് എയർ ഫിൽറ്റർ. അപ്പോൾ ഇത് നമുക്ക് പുതിയത് ഇടണം. ഇതെല്ലാം ബ്ലോക്കായി. അപ്പോൾ ഇത് വന്നിട്ട് ഇതിൻ്റെ പുതിയതിൻ്റെ വില 192 ഹോണ്ടയുടേത്. അപ്പോൾ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് ഈ ബോക്സ് ഒന്ന് ക്ലീൻ ചെയ്യും. ഇതിനകത്ത് പൊടിയൊന്നും പോകാതെ വളരെ സൂക്ഷിച്ച് ഈ കർവ് നോക്കണം. 2 കർവുണ്ട്. ഒരു വലിയ കർവുണ്ട്, ചെറുതും. അപ്പോൾ വലിയ കർവ് വരുന്നത് വണ്ടിയുടെ വലതു ഭാഗത്തായിട്ട് വരണം. അപ്പോൾ ഈ പൊസിഷനിൽ തന്നെ ഇടണം. ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല, നമുക്ക് ഒരേ പൊസിഷനിൽ ഇടാൻ പറ്റും. കണ്ടോ, സീറ്റിൽ. എന്നിട്ട് ഈ കവർ ഇതിനകത്ത് പൊടിയാണ്. ഇവിടെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും. എന്നിട്ട് നേരത്തെ എടുത്തതുപോലെ ഫ്രണ്ടിലോട്ട് ഒന്ന് തള്ളി കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിംഗ് ആയി. ആ സീറ്റിംഗ് വന്നില്ല എങ്കിൽ എയർ ലീക്ക് വരും. ആ നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 സ്ക്രൂ ഫുൾ ടൈറ്റ് ചെയ്യേണ്ട. ആദ്യം ക്രോസായിട്ട് ഒന്ന് പിടിപ്പിച്ചിട്ട് ലാസ്റ്റിലൊന്ന് ഫുൾ ടൈറ്റ് ചെയ്യണം. അപ്പോൾ 4 സ്ക്രൂ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഫുള്ള് ടൈറ്റ് ചെയ്യാം. നാലും ടൈറ്റായി കഴിഞ്ഞു. അടുത്ത് നേരത്തെ ഇളക്കിയെടുത്ത അതേ സാധനം അതേപോലെ വച്ചില്ലെങ്കിൽ ഇതിലെ ചെളി വെള്ളമൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. അപ്പോൾ യൂണിക്കോണിൻ്റെ ഫിൽറ്റർ ഇങ്ങനെയാണ് മാറുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് അതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ ഹൂക്ക് കണ്ടോ, ഇതാ ഈ 2 ഹൂക്ക് ഇത് ഇവിടെ ഇറങ്ങണം. അതുപോലെ ഈ 2 ഹൂക്ക് ഇതിനടിയിൽ പോകും. അത് കണക്കാക്കി ഇത് ഇങ്ങനെ വച്ചിട്ട് ഫ്രണ്ടിലോട്ടൊരു തള്ളു ലോക്കായി. അപ്പോൾ ഇതിലാണ് നമുക്ക് യൂണിക്കോണിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ആർക്കും ഇത് അനായാസം ചെയ്യേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതിൻ്റെ വീഡിയോ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകളും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.